റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് അരയും തലയും മുറുക്കി കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന് മുതിർന്ന നേതാക്കളെ തന്നെ ചുമതലപ്പെടുത്തി. തൃശൂർ, എറണാകുളം കോർപ്പറേഷനുകൾ പിടിക്കാൻ മുതിർന്ന നേതാക്കൾ കളത്തിലിറങ്ങും. അവർ മേയർ സ്ഥാനാർത്ഥികളാകും. കോഴിക്കോട് കോർപ്പറേഷനിൽ വിജയസാധ്യതയെന്നാണ് വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണമോഷണം തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വിഷയം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നിർദ്ദേശം. ആർ റോഷിപാൽ ചേരുന്നു വാർ റൂമിൽ നിന്നും. ആർ റോഷിപാൽ, KPCCയുടെ വാർ റൂം ഏകദേശം തയ്യാറായി വരികയാണ്. പ്രധാനപ്പെട്ട കോർപ്പറേഷനുകൾ പിടിക്കാൻ അരയും തലയും മുറുക്കിയാണ് കോൺഗ്രസ് ഇറങ്ങുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ മത്സരിപ്പിക്കുമെന്നറിയുന്നു. എന്താണ് കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി ഈ തദ്ദേശം പിടിക്കാൻ? അരുൺകുമാർ, ഈ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇന്നലെ ചേർന്ന KPCC യോഗത്തിൽ. കൊച്ചി, തൃശൂർ, കോഴിക്കോട് കോർപ്പറേഷനിലാണ് വിജയസാധ്യത. തിരിച്ചുപിടിക്കാനുള്ള സാധ്യതയാണ് അവർ വിലയിരുത്തുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തും. കൊച്ചിയിൽ ഇത്തവണ വനിതാ സംവരണമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളെ ഓരോ കോർപ്പറേഷനിലും മേയർ സ്ഥാനാർത്ഥികളാക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയാക്കും. ശബരിമലയിലെ സ്വർണ്ണമോഷണമടക്കം നിലവിൽ അനുകൂല സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് ഈ തവണ വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് UDF മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ഇന്നലെ ചേർന്ന KPCC യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയും തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ ഓരോ കോർപ്പറേഷന്റെയും തെരഞ്ഞെടുപ്പ് ഏകോപന ചുമതല നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് K മുരളീധരനും, കൊല്ലത്ത് PC വിഷ്ണുനാഥും, കൊച്ചിയിൽ VD സതീശനും, കോഴിക്കോട് രമേശ് ചെന്നിത്തലയും, കണ്ണൂരിൽ ഒപ്പം K സുധാകരനുമാണ് ചുമതല ഏറ്റെടുത്തത്. ഇവരൊക്കെയാണ് നയിക്കുക. അതുപോലെ തന്നെ തൃശ്ശൂരിൽ റോജി M ജോണാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളത്. അവർ കോർപ്പറേഷന് മാത്രം ചുമതലയാണ്. ജില്ലകൾക്ക് മറ്റു നേതാക്കൾ ചുമതല ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി കണ്ടുകൊണ്ടുള്ള പോരാട്ടത്തിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഇറങ്ങാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ റോഷി. നമ്മുടെ ശബരിനാഥൻ കവടിയാറിൽ മത്സരിക്കാൻ പോകുന്നുവെന്നും വീണ S നായരെ വഴുതക്കാട്ടിറക്കാൻ പോകുന്നുവെന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നേരിട്ട് മത്സരം CPM-ഉം BJP-യും തമ്മിലായിരുന്നു എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. K മുരളീധരനാണ് തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷന്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കളത്തിൽ താരങ്ങൾ വരുന്നതോടുകൂടി കളം മാറുമോ, ചിത്രം മാറുമോ? അരുൺകുമാർ, ത്രികോണ മത്സരത്തിന് തയ്യാറെടുക്കുന്നു കോൺഗ്രസ്. കാരണം നിലവിൽ 100 ഡിവിഷനുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10 ഡിവിഷനിൽ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് ജയിക്കാൻ സാധിച്ചത്. ഈ തവണ 101 ഡിവിഷനാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി തുടങ്ങി. ഇപ്പോൾ ഇന്നലെ രാത്രി 10 മണിയോടെ 36 ഡിവിഷനുകളിൽ ഏതാണ്ട് സ്ഥാനാർത്ഥി പട്ടിക, പ്രാഥമിക പട്ടിക തയ്യാറായി കഴിഞ്ഞു. ഇന്നത്തോടെ അത് 50 കടക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാവിലെ മുതൽ തന്നെ ചർച്ചകൾ തുടങ്ങുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി KS ശബരിനാഥനാണ്, മുൻ MLA. KS ശബരിനാഥൻ കവടിയാറിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലാണ് മത്സരിക്കുക. വഴുതക്കാട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വീണ S നായരുണ്ട്. DCC ജനറൽ സെക്രട്ടറി MS അനിൽകുമാർ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ ആറ്റിപ്രാനിലടക്കമുള്ള GV ഹരി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ തവണ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനിറങ്ങുന്നു എന്നതാണ് പ്രത്യേകത. K മുരളീധരൻ തന്നെ നേരിട്ട് പ്രചാരണം മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിലും എല്ലാം ഇടപെടുന്നു. മുഴുവൻ സമയം യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. സ്ഥാനാർത്ഥികളാകാൻ താല്പര്യമില്ലാത്ത നേതാക്കളെ നിർബന്ധിച്ച് മത്സരിപ്പിക്കാൻ തന്നെ K മുരളീധരനാണ് മുൻകൈ എടുക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ തവണത്തെ പോരാട്ടം കടുക്കും, പോരാട്ടം പൊടിപാറും എന്ന കാര്യത്തിൽ സംശയമില്ല. LDF-ഉം BJP-യും ഒക്കെ സമാനമായി തന്നെ പ്രമുഖരെ തന്നെയായിരിക്കും കളത്തിലിറക്കുക. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. മേയർ സ്ഥാനാർത്ഥികളായി പലരെയും തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ് പല കോർപ്പറേഷനുകളിലും. ശബരിനാഥനെ കളത്തിലിറക്കാൻ പോവാണ്. പണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA സ്ഥാനം ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ ചില പാർട്ടിക്കാർ ഒതുക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ ഡിവിഷനിലേക്കോ ഇല്ലെങ്കിൽ കോർപ്പറേഷനിലേക്കോ ഒക്കെ തീരുമാനിക്കും. പിന്നെ ഇവർ MLA ആയിട്ട് സീറ്റ് ചോദിക്കത്തില്ലല്ലോ എന്നുള്ളതാണ്.